ഹായ് ഫ്രണ്ട്സ്, എസ് ബി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യോക്ക് പാറ്റേണിൽ വരുന്നൊരു പ്ലീറ്റഡ് എലൈൻ കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ യോക്കിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലേസിങ് ജോർജറ്റിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നൊരു മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അത് 1/2 മീറ്റർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 1/2 മീറ്ററിൻ്റെ ആവശ്യമില്ല, വളരെ കുറച്ച് ക്ലോത്ത് മാത്രം മതിയാവും. കുർത്തിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ വിചിത്ര സിൽക്കിൽ ലൈൻ വരുന്ന ടൈപ്പ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഇത് 3 മീറ്ററാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ലൈനിങ് ക്രേപ്പിൻ്റെ അതും 3 മീറ്റർ തന്നെ എടുത്തിട്ടുണ്ട്. 3 മീറ്ററിൻ്റെ ആവശ്യമില്ല, 2.5 മീറ്റർ എടുത്താലും മതി. ഞാനിവിടെ സ്ലീവിൽ ലൈനിങ് കൊടുക്കുന്നത് കൊണ്ടാണ് 3 മീറ്റർ എടുത്തത്. ആദ്യം നമുക്ക് ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ലൈനിങ് പീസ് 2ആയിട്ട് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെങ്ത് നോക്കാം. ലൈനിങ്ങിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ കുർത്തിക്ക് ലെങ്ത് വേണ്ടത് അതിൽ നിന്നും 1 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്കിവിടെ 46 ഇഞ്ചാണ് ലെങ്ത് വേണ്ടത്. ഞാനിവിടെ 45 ഇഞ്ചാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത ഭാഗത്ത് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തേക്കും ബാക്കിലത്തേക്കും ഒന്നിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം നമുക്ക് കറക്റ്റ് നമ്മൾ എടുത്ത ലെങ്ത് അവിടെ കിട്ടുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ടോട്ടൽ സീം അലവൻസും കൂടെ ചേർത്തിട്ട് 46.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, അത് കറക്റ്റായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്കിനി അത് ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പീസിൽ നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ലൈനിങ് നമ്മൾ എലൈൻ മോഡലിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്ലോത്ത് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഷോൾഡർ ഞാനിവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ പോയിന്റിൽ തന്നെ ടേപ്പ് വെച്ചിട്ട് ആംഹോളിൻ്റെ ലെങ്തും 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തു. എനിക്കിവിടെ ചെസ്റ്റ് വിട്ട് ടോട്ടൽ 38 ഇഞ്ചാണ് വേണ്ടത്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 9.5 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ആ 9.5 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം എലമെൻസും കൂടെ ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ആംഹോളിൻ്റെ ലെങ്തില്ലേ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ ആ ചെസ്റ്റ് വിട്ട് മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് കുഴിച്ചതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് 1/2 ഇഞ്ച് പുറത്തോട്ട് നീക്കി മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഫ്രണ്ട് ആംഹോളും കുഴിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ലെങ്ത് ഞാനിവിടെ 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ വിഡ്ത്ത് 9 ഇഞ്ചും അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം എലമെൻസും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹിപ്പ് ലെങ്ത് ഞാനിവിടെ 19.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ വണ്ണം 10 ഇഞ്ചും അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം എലമെൻസും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത 3 പോയിന്റും ഇതുപോലെ യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഹിപ്പിൻ്റെ അവിടെ നിന്നും താഴത്തോട്ട് ഇതുപോലെ ചെരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് താഴ്ഭാഗത്തു നിന്നും മുകളിലോട്ട് 2.5 ഇഞ്ച് ഇതുപോലെ നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഈ മാർക്ക് ചെയ്തില്ലേ ആ ഒരു പോയിന്റിലോട്ട് ഇതുപോലെ ചെരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഞാനിവിടെ ബാക്ക് ആംഹോളാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ബാക്കി എത്രയും നമ്മൾ ആ മാർക്ക് ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ മുകളിൽ 2 പീസും ജോയിൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതൊന്നും കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. സെൻറ്ററും ഞാനിവിടെ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിൽ നിന്ന് ബാക്ക് പീസ് എടുത്ത് മാറ്റിയ ശേഷം ഫ്രണ്ട് ആംഹോൾ ഇതുപോലെ കുഴിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ്, ഇത് ബാക്ക് പീസാണ്. ആദ്യം നമുക്ക് ബാക്ക് പീസ് വെച്ചിട്ട് ഈ സെയിം അളവിൽ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് മാത്രം 1 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഹിപ്പിൻ്റെ അവിടെ നിന്ന് മാക്സിമം നമുക്ക് അവിടെ എത്രയാണോ ഫ്ലെയർ കിട്ടുന്നത് ആ ഒരു രീതിയിൽ ചരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യണം. ഞാനിവിടെ 2ആയിട്ട് ക്ലോത്തിനെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുർത്തിക്ക് ടോട്ടൽ ലെങ്ത് 46 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. 1.5 ഇഞ്ച് സീം എലവൻസും കൂടെ ചേർത്തിട്ട് 47.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവിടെ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കണം. നമുക്ക് ഫ്രണ്ട് പീസിനുള്ള ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കി താഴത്തോട്ട് വരുന്ന പീസില്ലേ അതിൽ നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കണം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചു, ക്ലോത്ത് നീങ്ങിയൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രണ്ട് പീസ് ലൈനിങ്ങിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പീസ് ഈ മെയിൻ ക്ലോത്തിൻ്റെ ഓപ്പൺ ആയിട്ട് വരുന്ന സൈഡുമായിട്ട് ചേർത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇവിടെ നമുക്ക് ഹിപ്പിൻ്റെ അതുവരെ മാത്രം ഈ മെയിൻ ക്ലോത്തിലൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താൽ മതി. ബാക്കി നമുക്കിതുപോലെ പുറത്തോട്ട് നിൽക്കും, അത് കുഴപ്പമില്ല. നമുക്ക് ആ ഫോൾട്ടായിട്ട് വരുന്ന ഭാഗമില്ലേ അത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ച് കൊടുക്കണം. കണ്ടോ, ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അപ്പോൾ കറക്റ്റായിട്ട് താഴത്തോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് എത്രയാണ് അവിടെ വിട്ട് കിട്ടുന്നതെന്ന് നോക്കാം. എനിക്കിവിടെ 11 ഇഞ്ചാണ് കിട്ടുന്നത്. ആ 11 ഇഞ്ച് തന്നെ താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റ് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ മാർക്ക് ചെയ്താലേ നമുക്കത് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ചരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴെ വരെ ഒന്ന് മാർക്ക് ചെയ്യേണ്ട, കുറച്ച് ദൂരം മാത്രം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്ത ആ സെയിം അളവ് തന്നെ ഈ ഒരു ക്ലോത്തിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ ഹിപ്പ് വരെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇതുപോലെ ഒരു പേപ്പർ എടുക്കാം. അതിന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ള പേപ്പറിൻ്റെ ലെങ്ത്ത് 15.5 ഇഞ്ചും വീതി വരുന്നത് 6.5 ഇഞ്ചും ആണ്. ആദ്യം നമുക്ക് നെക്ക് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എത്രയാണോ നെക്ക് വിട്ട് വേണ്ടത് അതാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ക്യാൻവാസിലൊക്കെ കറക്റ്റ് അളവാണല്ലോ എടുക്കുന്നത്, ആ ഒരു അളവ് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും 1.5 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആ 1.5 ഇഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് 1 ഇഞ്ച് വീതി മതിയെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് കൊടുത്താൽ മതി. ഞാനിവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് നെക്ക് വിട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ നിന്നും 1.5 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ലെങ്ത് 13 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ 13 ഇഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 13.5യോ 14 ഇഞ്ചോ ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഞാൻ മാർക്ക് ചെയ്ത അളവിൽ നിന്നും കുറയരുത്, കുറഞ്ഞ അത്ര ഭംഗി കാണത്തില്ല. ഇനി നമുക്ക് മുകളിൽ നമ്മൾ 3.5 ഇഞ്ചും അത് കഴിഞ്ഞിട്ട് 1.5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തു. ടോട്ടൽ 5 ഇഞ്ചാണ് നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത് കൊടുത്തത്. ആ 5 ഇഞ്ച് താഴെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ 2 പോയിന്റും യോജിപ്പിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ 13 ഇഞ്ചാണല്ലോ മുകളിൽ നിന്ന് താഴത്തോട്ട് മാർക്ക് ചെയ്തത്. ഇനി ആ മാർക്ക് ചെയ്ത ഭാഗത്തു നിന്നും 2 ഇഞ്ച് താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, എന്നിട്ട് ഈ 2 പോയിന്റും യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കാം. ഈ 2 ഇഞ്ച് നമ്മൾ താഴത്തോട്ട് മാർക്ക് ചെയ്തില്ലേ, അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2.5 ഇഞ്ചോ 3 ഇഞ്ചോ ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഇനി 2.5 ഇഞ്ച് വേണമെന്നുള്ളവർക്ക് 2.5 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് വരെയൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ അത്രയും നമുക്ക് വി ഷേപ്പിൽ കിട്ടും. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ആ ഒരു ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിൽ നമുക്ക് നെക്കും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അല്ലാതെ നമുക്കിത് ക്ലോത്തിൽ വെച്ചിട്ട് ഈ നെക്കൊന്നും കട്ട് ചെയ്യരുത്. കാരണം നമ്മൾ നെക്ക് ക്യാൻവാസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നെക്ക് ഇതിൽ കട്ട് ചെയ്യുന്നത്. നെക്കിൻ്റെ വിട്ട് 3.5 ഇഞ്ചും നെക്കിൻ്റെ ലെങ്ത് 5.5 ഇഞ്ചും മാർക്ക് ചെയ്തു. എന്നിട്ട് ആ റൗണ്ട് ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, നമുക്ക് ഇതുപോലെയാണ് ഈ ഒരു പീസ് വെച്ച് കൊടുക്കേണ്ടത്. നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് 1.5 ഇഞ്ചാണ് വീതി എടുത്തത്. ബാക്കി നമുക്ക് അവിടെ വീണ്ടും ഷോൾഡറിൻ്റെ ഭാഗമുണ്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്ലെയിനായിട്ട് വരുന്ന ഭാഗം. ഇനി നമുക്ക് ഈ ലൈനിങ് പീസ് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ആ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ഭാഗത്തായിട്ട് ഈ പീസ് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഈ 2 ഇഞ്ച് താഴത്തോട്ട് ഇറക്കി മാർക്ക് ചെയ്തില്ലേ, അത് മുകളിലോട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കാം. 2 ഇഞ്ച് നമ്മൾ താഴത്തോട്ട് ഇറക്കി മാർക്ക് ചെയ്ത അത്രയും ഭാഗം മുകളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ 13 ഇഞ്ചാണ് ആ യോക്ക് പീസിൻ്റെ ലെങ്ത് എടുത്തത് അല്ലേ, ആ 13 ഇഞ്ചാണ് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ 2 ഇഞ്ച് താഴത്തോട്ട് ഇറക്കി മാർക്ക് ചെയ്ത അളവ് നമുക്കിപ്പം വേണ്ട. എന്നിട്ട് ബാക്കി ആ ഒരു അളവ് ഇതിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, കറക്റ്റ് ആ സെയിം അളവ് തന്നെ മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ 13 ഇഞ്ചാണ് ലെങ്ത് മാർക്ക് ചെയ്തത്. ആ സെയിം അളവ് തന്നെ ഈ ക്ലോത്തിൻ്റെ ഫോൾഡായിട്ട് വരുന്ന ഭാഗമില്ലേ, അവിടെയും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, 13 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു ലൈനുമായിട്ട് യോജിപ്പിച്ചൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ആ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത ഭാഗത്ത് വെച്ചിട്ട് കറക്റ്റ് ആ ഒരു അളവ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ഫോൾഡായിട്ട് വരുന്ന ഭാഗത്ത് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഈ 2 ഇഞ്ച് മുകളിലോട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചില്ലേ, അത് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് ആ സെയിം അളവ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ 2 പോയിന്റും യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കണം. കണ്ടോ, നമ്മൾ നേരത്തെ ആ യോക്ക് പീസ് വെച്ചില്ലേ, ആ പീസ് വെച്ച് മാർക്ക് ചെയ്ത അതിൻ്റെ എൻഡും നമ്മളിപ്പോൾ ആ 2 ഇഞ്ച് താഴത്തോട്ട് ഇറക്കി മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റും ഇതുപോലെ യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കണം. കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമുക്ക് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ മുകളിലോട്ട് കയറ്റി കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടില്ല. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുത്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാനിവിടെ നീക്കിയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്.
നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു സൈഡും കൂടെ കട്ട് ചെയ്തെടുക്കണം. ആം ഹോളിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ഈ ഒരു സൈഡൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് യോക്കിലത്തേക്കുള്ള പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്ത് ഇതുപോലെ ഒരു സൈഡിൽ നിന്നും രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പേപ്പർ പീസില്ലേ, അത് ഇതിൻ്റെ പുറത്തായിട്ട് വെച്ച് കൊടുക്കാം. രണ്ടിൻ്റെയും ഫോൾഡായിട്ട് വരുന്ന ഭാഗം ചേർത്ത് വെച്ചിട്ട് ഈ ഒരു സൈഡിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നീക്കിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ താഴ്ഭാഗത്തും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നീക്കിയിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. കണ്ടോ, ഇതേപോലെ മുകളിൽ നമ്മൾ കറക്റ്റ് ആ സെയിം അളവ് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ താഴെയും സൈഡിലും 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ടിലെ യോക്ക് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് ചെറുതായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ പീസിലാണ് നമ്മൾ ഫ്രണ്ടിലത്തെ പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ നിവർത്തി എടുത്ത ശേഷം ഈ പീസിലെയും സെൻറ്റർ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. കേട്ടോ, ഇതാണ് ഈ ഒരു പീസിലെ സെൻറ്റർ. ആ സെൻറ്ററും നമ്മൾ ഈ യോക്ക് പീസിൻ്റെ സെൻറ്ററും ചേർന്ന് വരുന്ന രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഈ ഒരു സൈഡിലെ പ്ലീറ്റ് ഇതുപോലെ ഈ യോക്ക് പീസിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സൈഡിലത് ഈ സൈഡിലായിട്ട് കണ്ടോ. അപ്പോൾ ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു സൈഡിൽ നമുക്ക് 6.25 ഇഞ്ചാണ് വരുന്നത്. ഈ ഒരു സൈഡിലും 6.25 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 6.25 ഇഞ്ച് കിട്ടണം. കണ്ടോ, ഈ ഒരു സൈഡിൽ പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് 6.25 ഇഞ്ച് കിട്ടണം. അതുപോലെ തന്നെ മറു സൈഡിലും 6.25 ഇഞ്ച് കിട്ടണം. നമുക്കിതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു സൈഡിൽ പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ ശേഷം ഇതുപോലെ ടേപ്പ് വെച്ച് നോക്കണം. കണ്ടോ, എനിക്കിവിടെ കറക്റ്റ് 6.25 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് 6.25 ഇഞ്ച് കിട്ടേണ്ടത്. അതുപോലെ തന്നെ തിരിച്ച് മറു സൈഡിലും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ മറു സൈഡും പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ 6.25 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് നോക്കാം. കണ്ടോ, സീം അലവൻസും കൂടെ ചേർത്തിട്ട് കറക്റ്റ് 6.25 ഇഞ്ചുണ്ട്. ഇനി നമുക്ക് ഈ യോക്കിലെ പീസ് ഈ ഒരു പീസുമായിട്ട് ചേർത്ത് ഇതുപോലെ വെച്ച് കൊടുക്കണം. രണ്ടിൻ്റെയും നല്ല സൈഡ് ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് ജസ്റ്റ് വെച്ചൊക്കെ നോക്കണം കേട്ടോ, കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന്. എന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് താഴെ എത്തുമ്പോഴത്തേക്കും നീഡിൽ താഴ്ത്തി തന്നെ നിർത്തണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചരിച്ച് ആ കോണായിട്ട് വരുന്ന ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത ശേഷം ഈ പീസ് ഇതുപോലെ തിരിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ തിരിച്ചെടുത്തിട്ട് ആ പ്ലീറ്റൊക്കെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ആ സെൻറ്ററിൽ വരുമ്പോൾ അവിടെയും നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് ആ നീഡിൽ താഴ്ത്തി നിർത്തണം. നിർത്തിയിട്ട് വീണ്ടും ഈ പീസ് ഒന്ന് തിരിച്ചെടുക്കാം. അവിടെ കട്ട് ചെയ്തൊന്നും കൊടുക്കണ്ട കേട്ടോ, അല്ലാതെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ ശേഷം അവിടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഈ പീസ് തിരിച്ചെടുക്കാം. ഇനി ഈ 2 പീസും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മളിവിടെ യോക്ക് പീസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല നീറ്റായിട്ടാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ തയ്യൽ തുമ്പ് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് ഇരുന്നോളും. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നതേ ഉള്ളൂ. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല നീറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഈ സെൻറ്റർ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചുളിവില്ലാത്ത രീതിയിൽ അവിടെ നല്ല നീറ്റായിട്ടിരിക്കും. കണ്ടോ, ഈ തയ്യൽ തുമ്പ് ഇങ്ങനെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുറച്ചും കൂടെ നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്.
കണ്ടോ, ഈ കോണായിട്ട് വരുന്ന ഭാഗം എത്തുമ്പോൾ കറക്റ്റ് രണ്ട് സൈഡും ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അവിടെ നമ്മൾ ചെറിയ കട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ നമുക്കവിടെ കിട്ടും. കണ്ടോ, ഈ കോണായിട്ട് വരുന്ന ഭാഗമൊക്കെ എത്തുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് അവിടെ നിർത്തിയിട്ട് തിരിച്ചെടുക്കണം. ഇതേപോലെ കണ്ടോ, നമ്മളിവിടെ യോക്ക് പീസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ നേരത്തെ കാട്ടിലും ഇപ്പോഴല്ലേ കുറച്ചും കൂടെ നല്ല നീറ്റായിട്ട് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം. നെക്കിൻ്റെ വിട്ട് ഞാനിവിടെ 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 5.5 ഇഞ്ചും. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഏത് ഷേപ്പാണോ നെക്കിന് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇപ്പോൾ മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ലൈനിൽ നിന്നും 1 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം. താഴെ വരെ 1 ഇഞ്ച് നീക്കി തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ബാക്ക് നെക്കിൻ്റെ വിട്ടും 3.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തു. ലെങ്ത് 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയും ഞാൻ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അവിടെയും നമുക്കിതുപോലെ 1 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ ഷൈനിങ് ഉള്ള ഭാഗം ക്ലോത്തുമായിട്ട് ചേർത്ത് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കണം. കണ്ടോ, ഇതുപോലെ അയൺ ചെയ്തെടുത്ത ശേഷം 1/2 ഇഞ്ച് ഇതുപോലെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനിങ്ങിൻ്റെ സെൻറ്ററും അതുപോലെ തന്നെ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്റർ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള നെക്കിൻ്റെ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൽ ആവശ്യമില്ലാത്ത ക്ലോത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നെക്കിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ പീസ് ഇതുപോലെ നിവർത്തി വെച്ച് പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഇത് ബാക്കിലോട്ട് ഫോൾഡ് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഈ ഒരു മെറ്റീരിയൽ അത്ര ട്രാൻസ്പെറൻറ്റ് അല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ലൈനിങ്ങുമായിട്ട് ചേർത്താണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തെടുത്ത ശേഷം ഹെം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ നെക്ക് ഞാൻ കുറച്ച് സ്പീഡായിട്ട് പോകുന്നത് നമ്മൾ എല്ലാ വീഡിയോസിലും നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നതാണ്. ഡൗട്ട് എന്തെങ്കിലും ഉള്ളവർ ഒന്ന് സ്ലോ ചെയ്ത് കണ്ട് നോക്കിയാൽ മതി കേട്ടോ. ഇനി ഇതുപോലെ ബാക്കിലോട്ട് എടുത്തിട്ട് ഈ ലൈനിങ് പീസും ഈ മെയിൻ ക്ലോത്ത് ഇതുപോലെ നിവർത്തി വെക്കണം. എന്നിട്ട് ചുളിവൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ നെക്ക് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, ഇതുപോലെ കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടിൻ്റെയും നല്ല സൈഡ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഭാഗം നിവർത്തിയെടുക്കാം. കണ്ടോ, എന്നിട്ട് ആ ജോയിൻറ്റ് വരുന്ന ഭാഗം രണ്ടിൻ്റെയും ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്തെടുത്ത ശേഷം അതിൻ്റെ അരികൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഷോൾഡറിൻ്റെ ഭാഗമില്ലേ, അത് ലൈനിങ് പീസുമായിട്ട് ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് സ്ലീവ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്ലീവ് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ക്ലോത്ത് 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം എനിക്കിവിടെ ലെങ്ത് വേണ്ടത് 15 ഇഞ്ചാണ്. 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്തിട്ട് 16 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ആം ഹോളിൻ്റെ വിട്ട് ഞാനിവിടെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു പോയിൻറ്റിൽ ടേപ്പ് വെച്ചിട്ട് 4 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം അവിടെ നിന്ന് ഇതുപോലെ ചരിച്ച് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ റൗണ്ട് 5 ഇഞ്ചും അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം എലമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ 2 പോയിൻറ്റും ഇതുപോലെ യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കണം. ഇനി 1/2 ഇഞ്ച് ഫ്രണ്ട് ആം ഹോളും കൂടെ കയറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഫ്രണ്ടിലെ പീസ് 2 പീസുകൾ മാത്രം ചേർത്ത് വെച്ച് ഈ ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ലൈനിങ് പീസും കൂടെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ അളവിൽ തന്നെ ലൈനിങ് പീസും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതുപോലെ നല്ല പീസ് നിവർത്തിയിട്ട ശേഷം 4 ഇഞ്ച് വീതിയിലാണ് ഞാനിവിടെ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ പീസിൻ്റെ നല്ല സൈഡിലായിട്ട് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം മുകൾ ഭാഗം ഇതുപോലെ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, താഴ്ഭാഗം ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മുകൾ ഭാഗം 1/2 ഇഞ്ച് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് പീസ് ഇതിൻ്റെ പുറത്തായിട്ട് വെച്ചിട്ട് താഴ്ഭാഗം 1/2 ഇഞ്ച് കയറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാം.
സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഞാനിവിടെ ലൈനിങ് പീസ് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതുപോലെ ബാക്കിലോട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ താഴ്ഭാഗം ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് കറക്റ്റ് ചെയ്തെടുത്ത ശേഷം 2 പീസും ഒന്ന് ചേർത്ത് വെച്ച് ജോയിൻറ്റ് ചെയ്തെടുക്കണം. ആ ലൈനിങ് പീസിൽ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് ഷോൾഡറിൻ്റെയും അതുപോലെ തന്നെ സ്ലീവിൻ്റെയും നല്ല സൈഡ് ചേർന്ന് വരുന്ന രീതിയിൽ രണ്ടിൻ്റെയും സെൻറ്റർ ആദ്യം ചേർത്ത് വെച്ചിട്ട് ആദ്യം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് മറു സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ ഇതേപോലെ തന്നെ മറ്റേ സ്ലീവ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിവിടെ സ്ലീവ് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. 2 സ്ലീവും ജോയിൻറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് സൈഡാണ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. 2 പീസിൻ്റെയും നല്ല സൈഡ് ചേർത്ത് വെച്ചിട്ട് 2 സൈഡും കറക്റ്റ് ചെയ്തെടുക്കണം. ലൈനിങ്ങും മെയിൻ ക്ലോത്തും എല്ലാം കറക്റ്റായിട്ട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ എത്രയാണോ സീം അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് നമ്മളിതുപോലെ സ്ലീവ് മുതലേ മാർക്ക് ചെയ്ത് ഹിപ്പ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സൈഡും അതുപോലെ തന്നെ നമ്മൾ എത്രയാണോ സീം അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊന്ന് മാർക്ക് ചെയ്ത് ഹിപ്പ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഹിപ്പ് വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് പീസ് മാറ്റിയിട്ട് മെയിൻ ക്ലോത്ത് മാത്രം ഇതുപോലെ 2 പീസും ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഏതുവരെയാണോ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയത് അത് മുതൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്ത പീസ് ഇതുപോലെ ചരിച്ച് ഉള്ളിലോട്ട് വെച്ചിട്ട് ലൈനിങ് പീസ് മാത്രം ചേർത്ത് വെച്ച് അതും ഒന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ഞാൻ 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആദ്യം ലൈനിങ് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി മെയിൻ ക്ലോത്ത് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും സ്റ്റിച്ച് ചെയ്യാം. ഇല്ലാതെ ലോക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. നമ്മുടെ കുർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഫ്രണ്ടിലെ പ്ലീറ്റൊക്കെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അയൺ ചെയ്തെടുത്തപ്പോഴാണ് ഈ കുർത്തി കാണാൻ കുറച്ചും കൂടെ ഭംഗി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ ഞാൻ തുടർന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.